ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണമൊക്കെ വരുമല്ലേ, അപ്പം നമുക്കൊരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ? സാധാരണ ഓണപരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും സാരിയോ സെറ്റുമുണ്ടോ ധാവണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാവും പോവുക. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്കൊരു ചുരിദാർ സ്യൂട്ട് ഇട്ടിട്ട് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ചെയ്താലോ എന്ന് കേട്ടോ. അതെങ്ങനെ ട്രഡീഷണൽ ആക്കാം എന്നുള്ള സ്റ്റൈലിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്ലോറൽ പ്രിൻ്റുള്ള ചുരിദാറാണ് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട്, ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്, കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണല്ലോ. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ 2 ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് നമ്മുടെ സ്റ്റൈലിംഗ് വീഡിയോ ആയതുകൊണ്ട്. പിന്നെ ഞാനൊരു പൊട്ട് തൊടുന്നുണ്ട്. ഏത് പൊട്ട് ഈ ഔട്ട്ഫിറ്റിന് തൊടണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ബ്ലാക്കിൽ പോയി. അപ്പോൾ ബ്ലാക്ക് ഇടുമ്പോൾ എല്ലാത്തിലേക്കും ചേരുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രസ്സിലൊരു സിൽവർ എലമെൻറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ സിൽവർ ആയിട്ടുള്ള അങ്ങനത്തെ ഷെയ്ഡിലുള്ള ഓർണമെൻറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാനൊരു മോതിരം ഇട്ടു. പിന്നെ ഞാനൊരു കുറച്ച് വലിപ്പമുള്ള കമ്മൽ, കാരണം നമ്മൾ ഓൾറെഡി സിമ്പിൾ ഔട്ട്ഫിറ്റാണ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഹെവി ആവണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കമ്മൽ കൂടെ ഇട്ടിട്ടുണ്ട്. കമ്മൽ ഹെവി ആയതുകൊണ്ട് തന്നെ മാല ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് സാധാരണ ഞാൻ ഇടുന്ന മാല തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നമ്മൾ കയ്യിലൊരു ബ്രേസ്ലെറ്റും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. 3 ആക്സസറീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ്യൂം സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? നന്നായിട്ടില്ലേ? മുടി അഴിച്ചിട്ടിട്ട് തന്നെ ഇതിന് ചേരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓണമൊക്കെ അല്ലേ, ഇത്രയും സിമ്പിളായിപ്പോയാൽ പിന്നെ നമ്മളെ ആരും മൈൻഡ് ചെയ്യാനോ. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. മുടി കെട്ടാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് ചീവി ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് ഇപ്രാവശ്യം എടുക്കുന്നത് കേട്ടോ. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു നോക്കിയിട്ട്. അതിനുശേഷം 2 സൈഡിൽ നിന്നും മുടിയെടുത്തിട്ട് സാധാരണ നമ്മൾ കെട്ടുന്ന പോലെ ഭയങ്കര പറ്റിച്ചല്ലാണ്ട് കുറച്ച് പൊക്കി കൊടുത്തിട്ട് കെട്ടുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ 2-3 മുടിയും കൂടെ വലിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണല്ലോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സൈഡിൽ നിന്ന് ഞാൻ മുടി വലിച്ച് പുറത്തേക്ക് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതും ഒരു സ്ലൈഡ് എടുത്തിട്ട് ഒരു ടിക്ക് എടുത്തിട്ട് ഞാൻ സെക്യൂർ ചെയ്തു. നമ്മൾ സ്ലൈഡ് കുത്തുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ടിക്ക് കൊണ്ട് കുത്തുവാന്ന് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല സെക്യൂറായിട്ട് മുടി അവിടെ നിൽക്കും. ഞാൻ 2 ടിക്ക് വെച്ചിട്ടാണ് ഈ മുടി കെട്ടിയിട്ടുള്ളത്. ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രസമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം, പക്ഷേ ഞാൻ അതല്ല, കുറച്ചുകൂടെ ഒന്ന് ഹെവി ആക്കണം. കാരണം നമ്മൾ ഓൾറെഡി കോസ്റ്റ്യൂമിൽ നമ്മൾ ഭയങ്കര പുറകോട്ടാണ് ഇപ്പോൾ ഉള്ളത്. പുറകോട്ട് മീൻസ് നമ്മളൊരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു താഴെ ഒരു ചെറിയൊരു പോണിറ്റെയിൽ കെട്ടി, അതിനുശേഷം നമ്മൾ ഒരു അമ്മക്കെട്ടൊക്കെ കെട്ടില്ലേ വീട്ടിൽ, നമ്മൾ സാധാരണ മുടി കെട്ടി നടക്കുന്ന പോലെ അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പോണിറ്റൈൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മക്കെട്ടാണ് കെട്ടുന്നത്. നിങ്ങൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഈ പോണിറ്റൈൽ കെട്ടാൻ വേണ്ടിയിട്ടൊരു കളർ ഉള്ള ഒരു ബ്ലൂ കളറിലുള്ള മുടി കെട്ടുന്ന സംഭവം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഇട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതിങ്ങനെ ഇടയ്ക്കൂടെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. പക്ഷേ ഞാനത് മുടി വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ചപ്പോൾ. അതിന് ശേഷം മുടി കുറച്ചിങ്ങോട്ട് വലിച്ചിട്ടു. പിന്നെ മുല്ലപ്പൂ ഇല്ലാതെ എന്തോണം, ഓണം ഔട്ട്ഫിറ്റിൽ മുല്ലപ്പൂ വേണമല്ലോ, അത് കമ്പൽസറി അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു മുല്ലപ്പൂ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കെട്ടിക്കൊടുത്ത് റൗണ്ടാക്കി, എന്നിട്ട് 2 സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ കുത്തി കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 സൈഡും കെട്ടാൻ കാരണം അങ്ങനെ കെട്ടിയില്ലെങ്കിൽ നമുക്ക് കുറേ സ്ലൈഡ് വേണ്ടി വരും. അങ്ങനെ കെട്ടി സെക്യൂർ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് 2 സ്ലൈഡ് കൊണ്ട് തന്നെ നമ്മളെ കാര്യം കഴിയും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഓണം ലുക്ക്. പിന്നെ ഈ ചുരിദാറിൻ്റെ കൂടെ ഷോൾ കൂടെ വരുന്നുണ്ട്. അതിൽ ഫുൾ സിൽവറിൻ്റെ ഒരു ഷെയ്ഡും എലമെൻറ്റും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഓർണമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ സിൽവർ കളറിൽ തന്നെ ചൂസ് ചെയ്തത്. സാധാരണ നമ്മൾ ഓണം ഔട്ട്ഫിറ്റിലേക്ക് ഗോൾഡൻ ജ്വല്ലറികളൊക്കെയാണ് കൂടുതൽ സെലക്ട് ചെയ്യുക. ഡ്രസ്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ജ്വല്ലറികൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഈ ഔട്ട്ഫിറ്റിൽ എന്തായാലും നമ്മുടെ കേരള തനിമ മൊത്തത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാം. എന്നാലും ഒരുപാട് ദിവസം പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കാമല്ലോ. എനിക്കെന്തായാലും ഈ ലുക്ക് വലിയ തിരക്കേടില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഓണപരിപാടിക്ക് ഓണത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസമോ ഞാൻ ഇത് ഉറപ്പായിട്ടും റീക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.